കായംകുളത്ത് പോലീസിനെ വട്ടം കറക്കി മോഷ്ടാവ് പട്രോളിംഗ് സംഘത്തെ കണ്ട് ഓടയിൽ ഒളിച്ച മോഷ്ടാവിനെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെത്തിച്ചത്. 4 മണിക്കൂർ കൊണ്ട് ഓട്ട പൊട്ടിച്ചാണ് ഇയാളെ പുറത്തെടുത്തത്. ഇത്രയും കഷ്ടപ്പെടുത്തി സാറേ, ഞങ്ങളോ ചെയ്തില്ല, സാറ് രണ്ടെണ്ണം കൊടുത്തേ. രഘുനാഥ് നാരായൺ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. രഘു, കള്ളനെ പിടികൂടുന്ന പലതരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. ഇയാൾക്കെതിരായിട്ടുള്ള മോഷണ കേസ് എന്താണ്? ഒരു വൃദ്ധനാണ്. മോഷണ കേസ് എന്താണ്? എപ്പോഴാണ് ഈ വിചിത്രമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടമാടിയത്? വൈകുന്നേരം രാത്രിയോടുകൂടി കായംകുളം റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ഇത്തരത്തിലുള്ളൊരു നാടകീയമായ സംഭവം നടന്നത്. പോലീസ് പതിവ് പട്രോളിങ്ങിന്റെ ഭാഗമായി അവിടെ എത്തിയതാണ്. അപ്പോൾ ഈ പോലീസ് വാഹനം കണ്ടതുകൊണ്ട് ഒരാൾ ഓടുന്നത് പോലീസുകാരെന്തോ ഒന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. സ്വാഭാവികമായിട്ട് തന്നെ പോലീസിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഭയന്നോടുന്നത്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരും ഇയാൾക്ക് പുറകെ ഓടി. അതിന് സമയം വലിയൊരു ഓടയുണ്ടായിരുന്നു. ഓടയ്ക്കകത്തേക്ക് ഇയാൾ അങ്ങ് കയറി പോവുകയായിരുന്നു. പിന്നാലെ നാട്ടുകാരും എത്തി. പക്ഷെ പോലീസും നാട്ടുകാരും ഒക്കെ എത്ര ശ്രമിച്ചിട്ടും ഈ തമിഴ്നാട് സ്വദേശിയായ രാജശേഖരൻ പുറത്തിറങ്ങിയില്ല. തുടർന്നാണ് ഫയർഫോഴ്സിന്റെ സഹായം പോലീസ് തേടിയത്. കാരണം ഈ വലിയ ഓടയാണ്, അതിന്റെ മുകളിൽ സ്ലാബ് ഒക്കെ ഇട്ട് അടച്ച നിലയിലുള്ളൊരു ഓടയായിരുന്നു. അതുകൊണ്ട് ഫയർഫോഴ്സ് എത്തി ഏകദേശം ഒരു 2-3 മണിക്കൂർ ശ്രമപ്പെട്ടാണ് ഈ ഓടയുടെ മുകൾ ഭാഗം നീക്കി രാജശേഖരനെ പുറത്തേക്ക് എടുത്തത്. നമുക്ക് നാട്ടുകാരൊക്കെ അവിടെ ഉണ്ട്. നാട്ടുകാരൊക്കെ ഇയാളോട് സംസാരിക്കുകയും ചെറിയൊക്കെ വിളിക്കുന്ന കാരണം അത്രമേൽ നാട്ടുകാരെയും പോലീസിനെയും രാജശേഖരൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നിലവിൽ പോലീസ് FIR ഇട്ടിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇയാളൊരു മോഷണ പശ്ചാത്തലമുള്ള ആളാണ്. മുൻപും പലതവണ മോഷണ കേസിലൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ പോലീസ് അസോസിയേഷന്റെ സമ്മേളനം കായംകുളത്ത് നടക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതുമായി ബന്ധപ്പെട്ട തിരക്കായതിനാൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെയുള്ളത് പറയുന്നത്. എന്തായാലും നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാൾക്ക് മുൻപ് മോഷണ ശ്രമ കേസിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള രാജശേഖരൻ പലതവണ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ശരി, രഘുനാഥ് നാരായണാണ് വിവരങ്ങൾ നൽകിയത്. വളരെ നാടകീയമായി, അതിനാടകീയമാണ് പോലീസ് കള്ളനെ പിടികൂടിയത്.